السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖോട് കൂടി നമ്മൾ നമ്മുടെ അള്ളാഹുവിൻ്റെ അസ്മാഉല്ലാഹിൽ ഹുസ്ന അല്ലേ, അള്ളാഹുവിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നാമങ്ങളുമായിട്ട് നമ്മൾ തുടങ്ങണം. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനാണ് ഏറ്റവും ഹുസ്നായിട്ടുള്ള, ഉത്തമമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള, പെർഫെക്റ്റ് ആയിട്ടുള്ള പേരുകൾ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലേ, നമ്മളെല്ലാവരും അവനെ ആ പേരുകൾ ഉപയോഗിച്ചിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അള്ളാഹുവിന്റെ പേര് ഉപയോഗിച്ചിട്ട് ഇബാദത്ത് ചെയ്യണം അല്ലെ, അള്ളാഹുവിന്റെ പേര് ഉപയോഗിച്ച് അവന്റെ അടുത്ത് ദുആ ചെയ്യണം സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിനെ ശരിക്കും നമുക്ക് അള്ളാഹുവിന്റെ പേരുകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ, പേരുകളിലൂടെ, സിഫത്തുകളിലൂടെ നമുക്ക് അവനെ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ ശരിയായ രീതിയിൽ വിളിക്കാൻ പറ്റില്ല, അള്ളാഹുവിനെ ശരിയായ രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിനെ അറിയാ എന്ന് പറയുന്നത്, അള്ളാഹുവിനെ അല്ലെ, അള്ളാഹുവിന്റെ പേരുകൾ അറിയാ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയലാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടലാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ അറിയുമ്പം നമ്മളെ അത് വളർത്തും, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ, സ്നേഹത്തിൽ, അള്ളാഹുവിനോടുള്ള നമ്മുടെ ആരാധനയിൽ നമ്മളെ അത് വളർത്തിക്കൊണ്ടേയിരിക്കും അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യന്മാരെ അറിയുമ്പോൾ, അവരുടെ അടുത്ത് ആദ്യം സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലെ, പിന്നെ കൂടുതൽ കൂടുതൽ അവരെ കുറിച്ച് അറിയുമ്പോൾ, അവരുടെ സിഫാത്തുകളെ കുറിച്ച്, അവരെ ക്വാളിറ്റീസിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരെന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ, കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അല്ലെ പല കാര്യങ്ങളിലും അവർക്ക് ഡെഫിഷ്യൻസി ഉണ്ട്, അവർ ആ കാര്യത്തിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ, അത് വല്ലാത്തൊരു ഇടങ്ങേറാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ, ഒരു ഇംപെർഫെക്ഷൻസ്, അവരുടെ കുറവുകൾ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഒരു സൃഷ്ടിയെ കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ അവർ ശരിക്കും നമ്മളുടെ കണ്ണിൽ താഴെ താഴെ പോവുകയാണ് ചെയ്യുന്നത് സുബ്ഹാനല്ലാഹ്. കുറച്ച് ക്വാളിറ്റീസ് നമ്മൾ അവരുടേത് കാണും, അൽഹംദുലില്ലാ, ആ ക്വാളിറ്റി മാത്രം വെച്ചിട്ട് അവരുടെ പല നമുക്ക് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല ക്വാളിറ്റിയും നമ്മൾ മറന്നുകൊണ്ട് നമ്മൾ അവരുമായിട്ട് ഇടപഴകുകയാണ് ചെയ്യുക അല്ലെ സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് നമ്മൾ അറിയും തോറും, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് കൂടുന്തോറും, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ശ്രേഷ്ഠത അള്ളാഹു നമ്മുടെ കണ്ണിൽ ഉയർന്നുകൊണ്ടേയിരിക്കുക ചെയ്യുക, നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുക ചെയ്യുക സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പെർഫെക്ഷൻ, എത്രത്തോളം പെർഫെക്റ്റ് ആണ് റബ്ബ് എന്ന് കൂടുതൽ മനസ്സിലാവാൻ ചെയ്യുക, അള്ളാഹുവിന്റെ കാരുണ്യം, റഹ്മ കൂടുതൽ മനസ്സിലാവുക ചെയ്യുക, അള്ളാഹുവിന്റെ ഇസ്സത്ത്, അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ ഭംഗി സുബ്ഹാനല്ലാഹ് കൂടുതൽ കൂടുതൽ മനസ്സിലാവുക ചെയ്യുക സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അതുവഴി നമുക്ക് അള്ളാഹുവിനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാനും, കൂടുതൽ ഇഷ്ടപ്പെടാനും, കൂടുതൽ അള്ളാഹുവിനോട് ബഹുമാനം കാണിക്കാനും, കൂടുതൽ ആദരവ് കാണിക്കാനും പറ്റുക ചെയ്യുക സുബ്ഹാനല്ലാഹ്. കൂടുതൽ നമ്മൾ അള്ളാഹുവിനോടുള്ള ആദരവ് അല്ലെ, ആ ഒരു റെസ്പെക്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ, അള്ളാഹുവിന്റെ എന്താണ് ഗ്രേറ്റ്നെസ്, അള്ളാഹുവിന്റെ ആ ഒരു എന്താ പറയാ ഇസ്സത്ത് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പെർഫെക്ഷൻ, അള്ളാഹുവിന്റെ ഔദാര്യം, അതൊക്കെ അറിയുമ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ഫീലിംഗ് അല്ലെ, സുബ്ഹാനല്ലാഹ്, ആര് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ആ ഒരു ചിന്ത നമ്മളെ ശരിക്കും നമ്മളെ കിടുകിട വിറപ്പിക്കുക ചെയ്യുക സുബ്ഹാനല്ലാഹ്. അതുവഴി നമുക്ക് അള്ളാഹുവിനുള്ള ഭയം കൂടും സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ആ അത്തരത്തിൽ ആ ഒരു ലെവലിലേക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിന് വേണ്ടി ശരിയായ രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നത് സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നത് അല്ലെ, അള്ളാഹുവിന്റെ മഹത്വം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ചെറുതാണെന്ന് ശരിയായ രീതിയിൽ മനസ്സിലാകുന്നത്. മാത്രമല്ല നമ്മൾ ശരിക്കും ഈ ലോകം എന്ന് പറയുന്ന ഒരു വലിയൊരു പിക്ചറിൽ എവിടെയാണ് നമ്മൾ ഫിറ്റ് ആവുന്നത്, എവിടെയാണ്, എന്താണ് നമ്മളുടെ റോള് അല്ലെ, എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നുള്ള അതിന്റെ ശരിയായ രീതി, നമ്മൾ ഇതുവരെ നമ്മളെ ജീവിതത്തിന്റെ പിന്നാലെ ഓടിയതൊന്നും അല്ല ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്രയും ഔദാര്യങ്ങൾ തന്ന് നമ്മളിവിടെ നിലനിർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാവും. നമുക്ക് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ആയത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാന്നുള്ളത് പല പണ്ഡിതന്മാരും ഇതിന് വിശദീകരണം കൊടുത്തപ്പം അള്ളാഹുവിനെ തിരിച്ചറിയലാണ്, അള്ളാഹുവിനെ അറിയലാണ്, തിരിച്ചറിയലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ശരിക്കും സുബ്ഹാനല്ലാഹ്. നമ്മൾ അള്ളാഹുവിനെ ശരിയായ രീതിയിൽ തിരിച്ചറിയുമ്പോഴേ അള്ളാഹുവിനെ നമുക്ക് ശരിയായ രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുന്നതൊക്കെ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് എക്സസൈസ് ആണ് അല്ലെ, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ടിക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള, അല്ലാണ്ട് നമ്മുടെ ആ ഹൃദയം അങ്ങനെ ഓവർവെൽമിങ് ആയിട്ടല്ലേ നമ്മൾ
ശരിക്കും നമുക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അള്ളാഹുവിനെ കീഴൊതുങ്ങാൻ നമുക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം നമുക്ക് അള്ളാഹുവിനെ അത്രയ്ക്ക് അറിയൂല. നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള അന്ധമായിട്ടുള്ള ഒരു വിശ്വാസവും അനുകരണവും അല്ല. ഓ, നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണം, ഓ വിശ്വസിച്ചോ. നിങ്ങൾ ഈ കാര്യം ചെയ്യണം, ആ ചെയ്തു. കയ്യും കാലും കുമ്പിടുന്നു, നിവരുന്നു, എണ്ണുന്നു, അല്ലെ? അതല്ല നമ്മളുടെ ദീൻ. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ദീനിൽ നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ആ അള്ളാഹുവായിട്ട് നമുക്കൊരു ബന്ധം വേണം. ഒരിക്കലും മുറിയാത്ത, ഒരിക്കലും മുറിഞ്ഞു പോകാൻ പറ്റാത്ത, മുറിഞ്ഞു പോയാൽ നമുക്ക് നീറി നീറി വേദനിക്കുന്ന, അള്ളാഹുവായിട്ട് ഒരു ചെറിയ ഡിസ്റ്റൻസ് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ടെങ്കിൽ, അതേപോലെ അള്ളാഹുവിനെ ശരിക്കും നമുക്ക് മനസ്സിലായിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മുടെ ദീനിലുള്ള ഇബാദത്ത്. അല്ലാതെ അന്ധമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഓ ഓക്കെ അപ്പൊ തന്നെ വിശ്വസിക്കുന്ന ദീനല്ല നമ്മളുടെ ദീൻ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എന്തിനാണോ ഇബാദത്ത് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ശരിയായ അറിവ് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് നമ്മളെ അടുത്ത്, ഫഅലം, നിങ്ങൾ അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ഞാൻ അല്ലാതെ വേറെ ഒരു ഇലാഹ് ഇല്ല എന്ന് നിങ്ങൾ അറിയണം. അല്ലെ? ഈ ഇലാഹിനെ പറ്റി നിങ്ങൾ അറിയണം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവനെ നിങ്ങൾ അറിയണം, തിരിച്ചറിയണം അവനെ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അള്ളാഹു അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടും ഒരുപാട് സയൻസിലെ ഒരുപാട് അടയാളങ്ങൾ, ആയാത്തുകൾ അള്ളാഹു ഇട്ടിട്ടുണ്ട്. അള്ളാഹു ആയത്ത് ഷറഇയ്യ കുറെ അല്ലെ, അള്ളാഹുവിന്റെ ഖുർആൻ വഴി ഷറഇയ്യ ആയിട്ടുള്ള നമ്മളുടെ കർമ്മപരമായിട്ടുള്ള അല്ലെങ്കിൽ ഖുർആനിക ആയത്തുകളിലൂടെയുള്ള സൈനുകളും അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് നമുക്ക് ചുറ്റും വാരി വിതറിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? നമുക്ക് അതിലൂടെ അള്ളാഹുവിനെ അറിയാനും തിരിച്ചറിയാനും അവനെ ഇബാദത്ത് ചെയ്യാനും വേണ്ടിയിട്ട്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അടിമകളിൽ അല്ലെ, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ യഥാർത്ഥ രീതിയിൽ ഭയപ്പെടുന്നത്, ഖശിയത്ത് കാണിക്കുന്നത് ആർക്കാണ്? ഉലമാക്കൾ മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ച് ശരിയായ രീതിയിൽ അറിവുള്ളവർ മാത്രമാണ്. അപ്പൊ അത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നു അത്രത്തോളം നമുക്ക് ഖശിയ ഉണ്ടാവും. അല്ലെ? നമ്മുടെ ഹൃദയത്തിന് ഖശിയ എന്താ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അള്ളാഹിനെ കുറിച്ചുള്ള ആ ഒരു അല്ലെ, ആ ഒരു ഭയം, ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ സുബ്ഹാനല്ലാഹ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളുടെ ഹൃദയം ശരിക്കും അള്ളാഹിന്റെ മുമ്പിൽ ഹമ്പിളാവും. അതിനുശേഷം നമുക്ക് എല്ലാ കാര്യത്തിനും അള്ളാഹിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഡിപ്പെൻഡൻസ് നമുക്ക് വരും. ഞാൻ, എന്റെ ചിന്ത, എന്റെ പ്രവർത്തികൾ, ഞാൻ എന്നുള്ള ചിന്തയിൽ മാറി എല്ലാം അള്ളാഹ് ആയിട്ട് മാറും. അല്ലെ? അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുക എല്ലാ കാര്യങ്ങളും, ഓരോ സ്റ്റെപ്പിനും അള്ളാഹിന്റെ അടുത്ത്. നമ്മളിപ്പോഴൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പിലും അള്ളാഹിന്റെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല. നമ്മൾ അവിടേക്കൊന്നും എത്തിയിട്ടില്ല. അല്ലെ? അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഓരോ സ്റ്റെപ്പിലും നമ്മൾ അള്ളാഹ് കാണുന്നുണ്ടല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് ജീവിതത്തിൽ ഓരോ മൂമെന്റ്സും പ്ലാൻ ചെയ്യുന്നവരും അല്ല നമ്മൾ. അപ്പം ആ രീതിയിൽ നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് ആ രീതിയിൽ അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക, അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്യാൻ പറ്റുക, അള്ളാഹുവിനെ ഓർക്കാൻ പറ്റുക. എന്ത് കാര്യത്തിന് അള്ളാഹിന്റെ അപ്രൂവൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണോ എന്ന് ചിന്തിക്കാൻ പറ്റുക. ഏത് കാര്യത്തിന് സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ശരിയായ രീതിയിൽ നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഇൽമുകൾ ശരിയായ രീതിയിൽ അമലാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോഴേ അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിന്റെ സെന്റർ ആക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ജീവിതത്തിന്റെ ഫോക്കസ് ആക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നത് അള്ളാഹു ആവുള്ളൂ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് അള്ളാഹുവേ ഈ ഒരു എഫേർട്ട് ഞങ്ങൾക്ക് നിന്നെ ശരിയായ രീതിയിൽ അറിയാനുള്ള ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിൽ റബ്ബേ നീ നിന്റെ ബർക്കത്ത് ഞങ്ങൾക്ക് തരണേ. നിന്റെ പേരുകൾ അറിയാൻ, നിന്നെ കുറിച്ചുള്ള ഈ അറിവ് ഞങ്ങളെ ശരിക്കും നിന്നെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാക്കി മാറ്റണേ റബ്ബേ. നിന്നെ കൂടുതൽ ബെറ്റർ ആയിട്ട് ഞങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് പറ്റുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിന്നെ തിരിച്ചറിയാൻ, അതുവഴി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുവഴി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞങ്ങൾ നേടുന്ന ഓരോ ഇൽമുകളും അമലാക്കി മാറ്റാൻ വേണ്ടി, ഏറ്റവും അഹ്സനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൗഫീക്ക് നീ തരണേ റബ്ബേ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അമലുകളിൽ ഇബാദത്തിലുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യലാണ്. അങ്ങനെ നമുക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ നമ്മളെ മുമ്പിലുള്ള അല്ലെ, നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത റബ്ബ് ആരാണ് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ അകക്കണ്ണ് കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മൾ പഠിക്കുക തന്നെ വേണം. ശരിക്കും സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഈമാൻ അല്ലെ, ഈമാൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ പഠിച്ചിട്ട് തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. എന്താണ് റബ്ബ്, എന്താണ് വൈബായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അതിനെ ഉൾക്കൊള്ളലാണ് ഈമാൻ. സുബ്ഹാനല്ലാഹ്.
ഇനി അള്ളാഹുവിന്റെ പേരുകളെ സംബന്ധിച്ച് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അല്ലെ സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഇന്നലില്ലാഹി തിസ്അത വതിസ്ഈന ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 പേരുകളുണ്ട്, 100 - 1 അല്ലെ. ആർക്ക് അത് അഹ്സ്വാഹ ശരിക്കും അറിയാമോ അല്ലെ, അല്ലെങ്കിൽ ആരെ അത് മനസ്സിലാക്കുന്നു. അഹ്സ്വാഹ എന്നുള്ള വാക്കിന്റെ അർത്ഥവും ഈ ഒരു ഹദീസിന്റെ വിശദീകരണവും ഒക്കെ നമ്മളുടെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഇൻട്രോ സെഷനിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിന്റെ ലിങ്ക് കൂടെ ആ ഒരു പ്ലേലിസ്റ്റിന് ലിങ്ക് കൂടെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നവർ മെല്ലെ മെല്ലെ ഓരോ ക്ലാസ്സുകളായിട്ട് അതും കൂടെ എടുത്ത് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഈ ഒരു ഹദീസ് നമ്മളെടുത്ത് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കുറേ പേരുകളുണ്ട് അല്ലെ. അള്ളാഹുവിന് 99 പേരുകൾ മാത്രമാണ് ഉള്ളത് എന്നല്ല പറയുന്നത്, അള്ളാഹു കുറേ പേരുകളുണ്ട്. കാരണം ഒരുപാട് തെളിവുകൾ ഖുർആനിൽ തന്നെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ കണക്കില്ലാത്തതാണെന്ന് പറയുന്നത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അല്ലെ. നിങ്ങൾ അള്ളാഹുവിന്റെ സ്തുതികൾ എഴുതാൻ വേണ്ടിയിട്ട് കടൽ മുഴുവനും പേനയും മരങ്ങളും അല്ല കടൽ മുഴുവനും മഷിയും മരങ്ങൾ മുഴുവനും പേനയാക്കി കഴിഞ്ഞാലും അള്ളാഹുവിന്റെ പ്രേസ് അവിടെ ബാക്കിയായിരിക്കും. ഇതൊക്കെ തീർന്നു പോകും, മരങ്ങളും തീർന്നു പോകും, കടലിലെ വെള്ളവും തീർന്നു പോകും, പക്ഷെ അള്ളാഹുവിന്റെ സ്തുതി അപ്പോഴും ബാക്കിയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മള് നൂർസുദരിയുടെ കൺക്ലൂഷനിലുള്ള ഒരു ദുആ ഉണ്ട് അല്ലെ, സുബ്ഹാനല്ലാഹ് റബിഅ ഖൽബി ദുആ. സുബ്ഹാനല്ലാഹ്. അതിനകത്ത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കുകളാണ് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്. ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ എല്ലാ പേരുകളും കൊണ്ട്. സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്ക് തന്നെ ഇട്ട എല്ലാ പേരുകളും. സുബ്ഹാനല്ലാഹ്, നീ നിനക്ക് തന്നെ ഇട്ട പേരുകൾ. ഔ അൻസൽതഹു ഫി കിതാബിക്, അല്ലെങ്കിൽ നീ നിന്റെ ഗ്രന്ഥങ്ങളിലൂടെ ഇറക്കിയ പേരുകൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത പേരുകൾ. അല്ലെങ്കിൽ എന്താണ്, നീ നിന്റെ അടുക്കൽ തന്നെ നിന്റെ വൈബായിട്ടുള്ള നിന്റെ അറിവിൽ തന്നെ വെച്ചിട്ടുള്ള അല്ലെ, നീ ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത, നിന്റെ സൃഷ്ടികളിൽ ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത പേരുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ്ക്ക് കുറേ പേരുകളുണ്ട്, പക്ഷെ അതിനകത്തൊരു 99 എണ്ണം എങ്കിലും നമ്മൾ പഠിക്കണം. സുബ്ഹാനല്ലാഹ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളെ സംബന്ധിച്ച് ചില നിയമങ്ങളുണ്ട്, തൗഖീഫിയ എന്നൊക്കെ പറഞ്ഞ്. സുബ്ഹാനല്ലാഹ്. ഇതും നമ്മൾ ഇൻട്രൊഡക്ഷൻ സെഷനിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ മെല്ലെ മെല്ലെ അതും ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തെ പേര്, അള്ളാഹുവിന്റെ ഏറ്റവും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേര് അള്ളാഹ് എന്ന പേര് വെച്ച് നമുക്ക് തുടങ്ങാം. ഇത് അള്ളാഹുവിന്റെ പേഴ്സണൽ നെയിമാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ തന്നെ ഖുർആനിൽ ഒരുപാട് തവണ വീണ്ടും 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 റെഫർ ചെയ്ത് പറഞ്ഞിട്ടുള്ള പേരാണ് അള്ളാഹ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. എല്ലാവർക്കും അറിയാവുന്ന പേര് അല്ലെ. ഗോഡ് അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹ് ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ വേറെ ആരാധ്യനില്ല. ഇലാഹ് ഇല്ല, അവനാണ് ഒരേ ഒരു ഇലാഹ്, ആരാധനയ്ക്ക് അർഹനായിട്ടുള്ള ഒരേ ഒരു ദൈവം അള്ളാഹു ആണ്. അവനല്ലാതെ ആരെയും നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. അള്ളാഹുവിന്റെ പേരുകള് അള്ളാഹുവിന്റെ അള്ളാഹ് എന്ന പേരിനെ അൽ ഇസ്മുൽ ജലാല എന്നാണ് പറയുന്നത് അല്ലെ. ജലാലായിട്ടുള്ള പേര്, ഏറ്റവും ഗ്രാൻഡ് ആയിട്ടുള്ള, അത്രയും അധികം മഹത്തരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള പേരാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ പ്രൈമറി പേരാണ് അല്ലെ, അള്ളാഹുവിന്റെ പേഴ്സണൽ നെയിമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മുസ്ലിങ്ങൾ ദൈവം അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അള്ളാഹ് എന്നാണ് അല്ലെ. നമ്മള് ദൈവത്തിന്റെ പേരാണ് അള്ളാഹ്, ദൈവത്തിന്റെ സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള പേരാണ് അള്ളാഹ്. സുബ്ഹാനല്ലാഹ്. അത് അവന് മാത്രം ഉള്ളതാണ്, വേറെ ഒന്നിനും അള്ളാഹു ആവാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അത് അങ്ങനെ ഒരു പേര് വേറെ ആർക്കും ഉണ്ടാവാനും പറ്റൂല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എന്ന് പറഞ്ഞാല് വാക്കർത്ഥം നോക്കുമ്പം പറയപ്പെടുന്നത് അൽ ഇലാഹ് എന്ന വാക്കിൽ നിന്നാണ് അള്ളാഹ് വന്നതെന്ന് പറയപ്പെടുന്നു. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ, അൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദ അല്ലെ, ഒരൊറ്റ കാര്യം അങ്ങനെ ഉണ്ടാവുള്ളൂ. ആ വാക്കിനാണ്, അതിനാണ് അൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇലാഹ്, ഒരേ ഒരു ദൈവം അല്ലെ, അവൻ മാത്രമാണ് ഒരു ദൈവം. അങ്ങനെയുള്ള അർത്ഥത്തിൽ നിന്നാണ് അള്ളാഹ് എന്ന് ഉണ്ടായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ദൈവത്തിൻ്റെതായ ദൈവികമായിട്ടുള്ള റബ്ബിൻ്റെതായ അല്ലെ, ലോർഡായിട്ടുള്ള റബൂബിയത്തുള്ള എല്ലാ റൂബിയത്തിന്റെ ദൈവികമായ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരേ ഒരു വാക്കാണ്, ഒരേ ഒരു ദൈവമാണ്, അല്ലെങ്കിൽ ഒരു നിലനിൽപ്പാണ് അള്ളാഹു. സുബ്ഹാനല്ലാഹ്. ഇത് ശരിക്കും നമുക്ക് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ എവിടെ എത്തൂല. നമുക്ക് നമ്മളുടെ പ്രത്യേകിച്ച് വൊക്കാബുലറിയിൽ, മലയാളം വൊക്കാബുലറിയിലൊക്കെ ഉള്ള വാക്കുകൾ കൊണ്ട് ഇതിനെ നമുക്ക് പ്രകടിപ്പിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതിന്റെയും എത്രയോ മേലിലാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അള്ളാഹ് എന്ന് പറഞ്ഞ വാക്കിനെ പോലും
മുഴുവൻ ഉൾക്കൊള്ളാനുള്ള സുബ്ഹാനല്ലാഹ് കഴിവും ശക്തിയും നമ്മുടെ ബുദ്ധിക്കും അതിനെ പറഞ്ഞറിയിക്കാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ഭാഷകൾക്കും ഇല്ല എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കാം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, പിന്നെ ഇത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹ് എന്നുള്ള വാക്ക് അലഹ എന്നുള്ള വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അലഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇബാദത്ത് ചെയ്യുക അല്ലെങ്കിൽ കീഴൊതുങ്ങുക. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ഹയസ്റ്റ് ഓഫ് ദി ഹൈ, ഏറ്റവും മേലെ, മേലേക്ക് മേലേക്ക് മേലെ എന്നൊക്കെ അറിയില്ലേ, അതീവ എന്താ പറയാ, എല്ലാത്തിനും മേലെ ഉള്ളത് എന്നുള്ള അർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളുടെ ഹൃദയങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ ആശ്വാസം, നമ്മളുടെ എന്താണ് മടക്കം, കംഫർട്ട് ഒക്കെ കിട്ടുന്ന ഒരു ഇടമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലെ. നമ്മുടെ എല്ലാ ഹൃദയങ്ങളും തേടുന്ന എന്തോ ഒന്ന് അല്ലെ. നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സംഘർഷഭരിതമായിട്ടുള്ള ഹൃദയങ്ങളാണ്. അപ്പം ആശ്വാസം തേടുന്ന എന്തോ ഒരു ഒന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. നമ്മുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഹൃദയങ്ങൾക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. അങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ എത്ര തന്നെ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഹൃദയം എപ്പോഴും ആ ഒരു ശാന്തത തേടുന്ന അത് എന്താണ് ഇബാദത്തിലാണ്. എവിടെയോ ഒന്ന് നമ്മളിങ്ങനെ നങ്കൂരമിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, ആശ്വസിച്ച് നിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റ് ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതൊക്കെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ ഭയങ്കര പ്രയാസമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ് എന്ന് പറയുന്ന വാക്ക് അത്രയ്ക്ക് എന്താ പറയാ ഭയങ്കര ഡിവൈൻ ആണ്. സുബ്ഹാനല്ലാഹ്, ദൈവികമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാവരും നമ്മളുടെ ഹൃദയങ്ങള് എന്താ മാസ്മരികത, നമ്മളെ ഹൃദയങ്ങൾക്ക് മാസ്മരികത തോന്നുന്ന, ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട് വാക്കുകൾ അതിന് ആ ഒരു അർത്ഥത്തിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹ് എന്ന് പറയുന്ന പേരിനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് എന്താ പറയാ, നമ്മളെ ഹൃദയങ്ങൾ ഇങ്ങനെ ലോങ് ചെയ്യുന്ന, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് പറയുന്നത്. അത് വെള്ളത്തിലുള്ള ജീവികളായിക്കോട്ടെ, ആകാശത്തുള്ള ജീവികളായിക്കോട്ടെ, ഭൂമിയിലുള്ള ജീവികളായിക്കോട്ടെ, മനുഷ്യന്മാര്, മൃഗങ്ങൾ, പക്ഷികള്, മലായിക്കത്ത്, ജിന്ന്, എല്ലാം അവരുടെ കീഴൊതുങ്ങല് അള്ളാഹുവിനോടാണ് കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈ മനുഷ്യരിലും ജിന്നുകളിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ കീഴൊതുങ്ങാൻ വിരസത അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്നവര് ഉണ്ട്. പക്ഷെ അവരിൽ നിന്ന് പോലും ഒരു സമയം വരും അവര് അള്ളാഹുവിന്റെ നിലനിൽപ്പിനെ സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ പോലും വരും. ഫിർഔന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഫുൾ ജീവിതം അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചെങ്കിലും, അവൻ സ്വയം ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചെങ്കിലും, മരണത്തിന്റെ സമയത്ത് പറഞ്ഞു, ഞാൻ മൂസയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ബനു ഇസ്രായേലിന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെല്ലാവരുടെയും ഉള്ള് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഒരു ഹൃദയം ആയിക്കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഫിത്ര അത്തരത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾക്ക് എന്തോ ഒരു ഹയർ ബീയിങ്ങിലെ ഡിപ്പെൻഡ് ചെയ്താലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒറ്റക്ക് നിലനിൽപ്പില്ല. അതിനെ തേടിയാലേ, അതിലേക്ക് എത്തിയാലേ, അതിന്റെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഉള്ളിനെ, നമ്മുടെ ഹൃദയത്തിനെ, നമ്മുടെ ഫിത്രയെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു എന്തോ ഒന്നെന്ന് പറയുന്നത് എന്താണ്? അള്ളാഹു മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അള്ളാഹുവിന്റെ പേരെന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പേരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മള് ഖുർആനില് തബാറകസ്മു റബ്ബിക് അല്ലെ, നിന്റെ റബ്ബിന്റെ പേര് എന്താണ്? തബാറക്, ബറക്കയുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതിനകത്ത് ഫുള്ള് ബറക്കത്താണ്. നമുക്കറിയാം അള്ളാഹുവിന്റെ പേര് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസ്മി, നമ്മൾ വേറെ തന്നെ ഒരു സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, ബിസ്മിയുടെ അള്ളാഹുവിന്റെ പേര് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തത് എല്ലാം എന്താണ്? അതിന് ബറക്കത്താണ്. നമ്മളൊരു മൃഗത്തിന് അള്ളാഹുവിന്റെ പേര് കൊണ്ട് അറക്കുകയാണെങ്കിൽ അത് നമുക്ക് ഹലാലാവാണ് അല്ലെ. അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ പാടില്ല. ആ ഒരു വ്യത്യാസം സുബ്ഹാനല്ലാഹ്, ബിസ്മി അള്ളാഹുവിന്റെ പേര് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പം എല്ലാത്തിനും ബറക്കത്ത് വരാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ പേര് ഉപയോഗിക്കുന്നത് നമ്മളും ഷെയ്ത്താനും തമ്മിൽ ഒരു ബാരിയർ ഉണ്ടാവാണ്, ഒരു മറയുണ്ടാവാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രത്യക്ഷമായിട്ടുള്ള ശത്രുവാണ് അല്ലെ, ക്ലിയർ ആയിട്ടുള്ള ശത്രുവായ ഷെയ്ത്താനും നമുക്കും ഇടയിൽ ഒരു മറ വരും അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്. ആര് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേര് പറയുന്നു. അപ്പൊ നമ്മളെടുത്ത് വസ്ത്രം മാറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് മാറാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? അപ്പോൾ ഷെയ്ത്താന് അവിടെ കാണാൻ പറ്റില്ല, നമ്മളെ കാണാൻ പറ്റില്ല. നമ്മളെ ഷെയ്ത്താന്റെ ഇടയ്ക്ക് ഒരു ഷീൽഡ് വരാണ്. നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല, വാതിലടയ്ക്കുമ്പോൾ ബിസ്മില്ല. എന്തിനാണ്? ഷെയ്ത്താന് പിന്നെ അവിടെ പ്രവേശിക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ പേര് അത്ര പവർഫുൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒഴുകി നടക്കുക ഷെയ്ത്താൻ അല്ലെ. നമുക്ക് എന്ത് ചെയ്തിട്ട് നമ്മൾ എത്ര പവർഫുൾ ആയിട്ടും എത്ര ഈ ഇൽമ നേടിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് ബിസ്മില്ല
ആ ഒരു പേര് പറയുമ്പം അവിടെ എൻട്രി ചെയ്യാൻ പറ്റൂല, അവിടെ നമ്മളെ കാണാൻ പറ്റൂല, നമ്മുടെ കൂടെ വീട്ടിൽ കയറാൻ പറ്റൂല എന്ന് പറയുമ്പം എത്ര പവർഫുൾ ആണ് ആ ഒരു വാക്ക്, ആ പേരെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ പേര് കൊണ്ട് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്ലീസിന് ആ ഭക്ഷണത്തിന്റെ ഷെയർ കഴിക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭയങ്കര പവറാണ്, ഭയങ്കര സ്ട്രെങ്ത് ആണ്, ബർക്കത്താണ്, പ്രൊട്ടക്ഷൻ ആണ്, നമ്മളെ സംരക്ഷിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ പേര്. ആ അള്ളാഹ് എന്നുള്ള പേരിന് എന്തൊരു, നമ്മൾ ഇത്ര നിസാരമായിട്ട് പറഞ്ഞു കളയുന്ന കാര്യമല്ലേ. നമ്മൾ ഓരോ പ്രാവശ്യം ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ശരിക്കും ലോകം മുഴുവനും കുലുങ്ങാൻ മാത്രം പവറുള്ള ഒരു വാക്കാണ് സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മുടെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിലൊക്കെ ഈ പേരുണ്ട്. അപ്പൊ എത്രമാത്രം ഹെവിയാണ് ഈ ഒരു പേരെന്നൊന്ന് ആലോചിച്ച് നോക്ക് അല്ലെ. നമ്മുടെ തുലാസൊക്കെ കനം തൂങ്ങുമെന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഉണ്ട്, അള്ളാഹുവിന്റെ പേരോട് കൂടിയുള്ള പല ദിക്റുകളും. വെറുതെ ആണോ അതൊക്കെ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അത് നമുക്ക് സംരക്ഷണമാണ്, സേഫ്റ്റിയാണ്, പവറാണ്, ബറക്കത്താണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അള്ളാഹ് എന്ന് പറയുന്ന ആ പേരിലെ സുബ്ഹാനല്ലാഹ്, അള്ളാഹ് എന്ന് പറയുന്നത് ലോകത്തിന്റെ മുഴുവനും ഓണറാണ്, എല്ലാത്തിന്റെയും സൃഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ അവൻ മാത്രമേ റബ്ബുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ. അവൻ പെർഫെക്റ്റ് ആയിരിക്കണം, അവനെല്ലാം അറിയണം, അവനെല്ലാം സാധിക്കണം, അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ അവന് ചെയ്യാൻ പറ്റണം, അവൻ എല്ലാത്തിന്റെയും മേലെ ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ് എന്ന് പറയുന്ന പേര് കൊണ്ട് നമ്മൾ അള്ളാഹിനെ വിളിക്കുമ്പം അവന്റെ എല്ലാ പേരുകളും അതിനകത്ത് വന്നു അല്ലെ. അസ്സമീആണ്, അൽ ബസീറാണ്, അൽ അലീമാണ്, അൽ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്. സുബ്ഹാനല്ലാഹ്. ഓ അള്ളാഹ്, അള്ളാഹുവേ എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു വെറും വാക്കല്ല. നമ്മൾ ഓരോ പ്രാവശ്യം അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് യാ അള്ളാഹ് അല്ലെങ്കിൽ അള്ളാഹുമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കാര്യമല്ലത്. നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്ത, ആ ഒരു കിടുക്കം വരുന്നുണ്ടോ? കാരണം ഓ അള്ളാഹ് അല്ലെങ്കിൽ അള്ളാഹുവേ നമ്മൾ പറയുമ്പോൾ അൽ അലീം, അൽ അൽ ഖദീർ, അൽ ഖയ്യൂം, അർ റബ്ബ്, അർ റഹ്മാൻ, അർ റഹീം എന്നെല്ലാം കൂടിയാണ് നമ്മൾ പറയുന്നത്. എന്ത് പവറാ ആ ദുആക്കല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടാ നമ്മൾ പറയുന്നത് ഞാൻ എത്ര കാലമായി ദുആ ചെയ്യുന്ന ഒന്നും നടക്കുന്നില്ല എന്നല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അൽ ഇസ്മുൽ അഅ്ദമാണ്, ഏറ്റവും മഹത്തായ നാമമാണ്. സുബ്ഹാനല്ലാഹ്. അതുപയോഗിച്ച് നമ്മൾ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുമ്പോൾ, അള്ളാഹ് എന്നുള്ള പേര് ഉപയോഗിച്ച് ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. നമ്മളുടെ എല്ലാ ദുആക്കും ഉത്തരം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന പോലെ ഉത്തരം കിട്ടണം എന്നാ. സുബ്ഹാനല്ലാഹ്. അത്ര പവർഫുൾ ആയിട്ടുള്ള പേര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അത്രയും ബർക്കത്തുള്ള പേരാണ്, അത്രയും പവറുള്ള പേരാണ്, അത്രയും ഈസി ആയിട്ടുള്ള ഒരു പേരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാവിലെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി അള്ളാഹ് എന്ന് പറയാൻ. വേറെ ഒരു ഭാഗത്തിന് ഒരു പ്രയാസമില്ല. തൊണ്ടയിൽ നിന്ന് ഒരു ചെറിയ എന്നുള്ള ഒരു സൗണ്ടേ വരേണ്ടതുള്ളൂ. ലാമ് വരെ അള്ളാഹ്, അത്രയേ ഉള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈവൻ ഒരു ചെറിയ കുട്ടിക്ക് പോലും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പേരാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും പലരും കുട്ടിയെ കൊണ്ട് ഏറ്റവും ആദ്യം പറയിപ്പിക്കുന്ന വേർഡ് അള്ളാഹ് എന്നാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇതുവരെ അത് അങ്ങനെയൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ ആക്കാൻ ശ്രമിക്കുക. സുബ്ഹാനല്ലാഹ്. ഏറ്റവും എളുപ്പമാണ്. ഏത് ഭാഷ നമ്മൾ സംസാരിക്കുന്നവരായിക്കോട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ, അറബി അറിഞ്ഞോട്ടെ ഇല്ല അറബി അറിയാതിരുന്നോട്ടെ, അള്ളാഹ് എന്ന് പറയല് ഭയങ്കര എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ 2000-ഓളം അല്ലെങ്കിൽ 2724 പ്രാവശ്യമാണ് അള്ളാഹ് എന്ന് പറയുന്ന പേര് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹ്ക്കാണ് ഏറ്റവും ഭംഗിയുള്ള പേരുകൾ, നിങ്ങൾ അതുകൊണ്ട് എന്നെ വിളിക്കേ. അതുകൊണ്ട് അള്ളാഹിന്റെ പേരുകളെല്ലാം പെർഫെക്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ പേരുകളും ഉൾക്കൊണ്ടിട്ടുള്ള പേരാണ് അള്ളാഹ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ആ ഒരു പെർഫെക്ഷൻ, സുബ്ഹാനല്ലാഹ് അല്ലെ. അതറിയണം നമ്മള്. അള്ളാഹുവിന്റെ സിഫത്തുകൾ നമ്മൾ അറിയണം, നമ്മൾ അള്ളാഹുവിനെ ശരിയായ രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇസ്മുൽ ജലാല ആയിട്ടുള്ള അള്ളാഹ് എന്ന് പറഞ്ഞ പേര് എന്താന്ന് നമ്മൾ അറിയണം, അത് നമ്മൾ ഉൾക്കൊള്ളണം. അത് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിങ്ങനെ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആ ഒരു ഫീലിംഗ് അല്ലെ, എന്തോ നമുക്ക് എത്തിപ്പിടിക്കാനാവാത്ത അത്രയും ഭയങ്കരമായിട്ടുള്ള ഒന്നാണെന്നുള്ള അത് നമ്മുടെ ഉള്ളിൽ ആ കിടിലം ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും ഞാൻ ദുആ ചെയ്ത് അള്ളാഹ് കേട്ടില്ല നമുക്ക് പറയാൻ പാടില്ല. അള്ളാഹ് എല്ലാ ദുആക്കും ഉത്തരം തരുന്നുണ്ട്, അള്ളാഹുവിൻ്റെതായ രീതിയിൽ ഉത്തരം തരുന്നുണ്ട്. ഞാൻ ഇന്നത് ചോദിച്ചിട്ട് അതെല്ലാം കിട്ടിയതെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റണം എന്റെ ദുആക്ക് റബ്ബ് ഉത്തരം തന്നിട്ടുണ്ട്, റബ്ബിന്റെ ഏറ്റവും പരമമായ ഹിക്മത്ത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഓരോ പേരുകളും ഏറ്റവും ഭംഗിയായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട്
അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹ് നമ്മുടെ ഇബാദത്തുകളിൽ അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.